എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു മഴയോട് കൂടിയാണ് നമ്മുടെ ദിവസം ഇവിടെ തുടങ്ങണത്. പക്ഷേ മഴയുടെ പാട്ടിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പോയി കേട്ടോ. പിന്നെ അത് അങ്ങോട്ട് തെളിഞ്ഞ് വെയിലായി. അപ്പോൾ ഞാൻ രാവിലെ പുട്ടാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു തലക്ക് വട്ട് പിടിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വെള്ളവുമില്ല, കറണ്ടും ഇല്ല. കറണ്ട് ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കറണ്ട് ആണെങ്കിൽ വന്നും പോയി ഇരിക്കണം. വെള്ളം രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങി ഒരു തുള്ളിക്കോളം ടാങ്കിലുണ്ടായുള്ളൂ. അതെല്ലാവരും ബാത്റൂമിൽ അവിടെ ഇവിടെയൊക്കെ പോയി അതൊക്കെ തീർത്ത്. പിന്നെ എനിക്ക് അടുക്കളയിൽ പെരുമാറാൻ വേണ്ടി വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പുറത്തുനിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് തൽക്കാലം ഈ വക പണികളൊക്കെ ചെയ്യണത്. അതുമല്ല, എഴുന്നേറ്റ് വന്നപ്പോൾ തുടങ്ങി എനിക്കൊരു തുമ്മലും ജലദോഷവും പിടിച്ചിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടിന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. കരണ്ട് പോയല്ലേ, നമുക്ക് വെള്ളവുമില്ല കരണ്ടുമില്ല. പുട്ടിന് കറി വെക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ വല്ല പരിപ്പാ പയറൊക്കെ എടുത്താൽ പിന്നെ അത് കഴുകണം, പിന്നെ ആ പാത്രം കൂടെ കഴുകണം. വെള്ളം ഒട്ടും വന്നില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കറി വെക്കണില്ല. ഒരു കഷ്ണം ചക്ക ഇരിപ്പുണ്ട്. നമ്മളത് തലേ ദിവസം വാങ്ങിയതാണ് കേട്ടോ, മുറിച്ച് വാങ്ങിയെടുത്തതാണ്. അതിൻ്റെ ഒരു നേർപ്പകുതി ഞങ്ങൾ അതിന് കൊണ്ടുവന്നപ്പോൾ തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കഷ്ണം ഉള്ളത് ഞാൻ കരുതി പുട്ടും ചക്കയും കൂടി രാവിലെ കിടക്കണ് സിങ്കിൻ്റെ അകത്ത്. ഞാൻ ഇത്തിരിക്കോളം വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഇനി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൈയൊക്കെ കഴുകി ചെയ്യണത്. ഒരു ബക്കറ്റ് വെള്ളം അവിടെ നിന്ന് പൈപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് അതിങ്ങനെ എടുത്തിട്ട് ഈ പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. കണ്ട് ഒരു കുന്ന് പാത്രം കഴുകാൻ കിടപ്പുണ്ട്. തലേ ദിവസം അടുക്കളയൊക്കെ മൊത്തവും ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി തേച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ പോയി കിടന്ന് ഉറങ്ങണത്. അതിനുശേഷം രാവിലെ ഇപ്പം പെരുമാറിയ പാത്രങ്ങളാണ് ഈ ഇരിക്കണത്. ചായപാത്രവും പിന്നെ അല്ലാതെ എടുത്ത പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇനി കഴുകി എടുക്കണം. എനിക്കാണെങ്കിൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ സിങ്കിൽ കൂടിക്കിടക്കണത് കാണുന്നത് തന്നെ കലിയാണ്. ചക്കച്ചോള പൊളിച്ചെടുക്കാട്ടോ. ഇന്നാണെങ്കിലേ കൂടുതൽ ഭ്രാന്ത് പിടിക്കാൻ വേണ്ടിയുള്ള കാര്യം, തലേ ദിവസം വെള്ളം ടാങ്കിൽ വീണില്ല. പിന്നെ അതുപോലെ ചേട്ടന് രാവിലെ തന്നെ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടം പോയി. ഈ ടാങ്കിൽ വെള്ളമില്ലാത്ത കാര്യം എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. വെള്ളം അടിക്കാൻ നമ്മുടെ ആ ഉണ്ടായിരുന്ന വെള്ളം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മോട്ടർ അടിക്കാൻ ചെന്നപ്പോഴാണ് വെള്ളം ഇല്ലാത്തത് കാര്യം ഞാൻ അറിയണത്. പിന്നെ ടാങ്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അതിലൊട്ടും വെള്ളം വീണിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ വെള്ളം ഇല്ലാത്ത സമയത്ത് പുറത്തെ പൈപ്പിൽ വെള്ളം വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അടിച്ച് കയറ്റാറുണ്ട്. പക്ഷെ അതിന് കുറേ വാൽവും കാര്യങ്ങളൊക്കെ തിരിക്കണം. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ലെന്നേ. ചേട്ടനാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും വെള്ളം വരാനുള്ള ഒരു സമയമാകും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ആ ചക്കയെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പുട്ടും ചക്ക. അപ്പോൾ ഞാൻ പുട്ടും ചക്കയുടെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞു പുട്ടും ചക്ക ആദ്യമായിട്ടാണ് കാണുന്നത്, പുട്ടും മാമ്പഴമാണ് കഴിച്ച് കണ്ടേക്കണത്. പുട്ടും മാമ്പഴമൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോഴായിട്ട് ഞാൻ കണ്ടേക്കണത്. ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല കേട്ടോ പുട്ടും മാങ്ങയൊക്കെ കൂടെ കഴിക്കണത്. പുട്ടും ചക്കയൊക്കെ കൂടി ഞങ്ങൾ പണ്ട് മുതലേ കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അതേ ചക്കച്ചോളയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. കുരു നല്ല മൂത്ത ചക്കക്കുരു ആയിരുന്നു കേട്ടോ. നമുക്കത് ഇറച്ചിക്കകത്തോ അല്ലെങ്കിൽ ചെമ്മീനകത്തോ ഒക്കെ ഇട്ട് വെക്കാം. നല്ല അടിപൊളി ചക്കക്കുരു. അതും എടുത്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ നേരെ വെള്ളം വന്നാൽ നോക്കാൻ വേണ്ടി പോയി. അപ്പോഴും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇനി വെള്ളം വരുമ്പോഴത്തേക്കും ചേട്ടനെ വീഡിയോ കോൾ വിളിച്ചിട്ട് വേണം കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു രീതിക്ക് വാൽവൊക്കെ തിരിച്ച് വെള്ളം അടിക്കാമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ പോണത്. അതും നോക്കിച്ച് ഞാൻ നേരെ വന്ന് പിന്നെ പുട്ടും ചക്കച്ചോളയും കട്ടൻ ചായയൊക്കെ കൂട്ടി രാവിലത്തെ ചായ കൂടി കഴിച്ചു കേട്ടോ. ചക്കക്കുരുവിൻ്റെ കാര്യമുണ്ടോ ഞാൻ ഈ പറയണത്. ഇറച്ചിക്കകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാത്തിലും ഇട്ട് വെക്കാൻ പറ്റിയ അവസ്ഥയാണ്. വെള്ളമില്ലെങ്കിൽ എനിക്ക് തലക്ക് വട്ട് പിടിക്കും ദൈവമേ. വെള്ളം നടക്കാൻ നോക്കട്ടെ കേട്ടോ. ഉണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഓഫാക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വെള്ളമില്ലാണ്ടാവും കേട്ടോ. അങ്ങനെ ചാരി വെച്ചോ. ആ മാറ്, അകത്തേക്ക് പോവാ. ആ ബാ. വെള്ളം ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടേ ഞാൻ ശരിക്കും അറിഞ്ഞു കേട്ടോ. ഒരു കുറച്ച് സമയമാണെങ്കിലും. അങ്ങനെ പിന്നെ അതേ വെള്ളം വന്നപ്പോഴത്തേക്കും സന്തോഷമായി. പക്ഷെ ആ സന്തോഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പോയി കേട്ടോ. കാരണം വെള്ളം നിറയാറായപ്പോഴത്തേക്കും പിന്നെ കറണ്ടും പോയി. ഇത് വല്ലാത്ത ചതിയത്. ഇത് കേട്ടോ ഫുള്ള് നിറഞ്ഞേ. അപ്പം അതേ കറണ്ടും പോയി. എന്താണല്ലേ ഒരു ഇത് നമ്മുടെ ഒരു വന്നാ പോന്നോണിച്ചി
കണ്ട നിറഞ്ഞടക്കണേണ്. അതൊന്നും മുകളിലോട്ടടിക്കാന്ന് ഓർത്തപ്പില്ലേ കരണ്ടും പോയി. ആഹാ അടിപൊളി. നോണച്ചി കുഞ്ഞേ, രാവിലെ തുടങ്ങി കറണ്ട് വന്നും പോയി ഇരിക്കണായിരുന്നേ. അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് കറണ്ട് പോയി. അപ്പോൾ ഞാൻ കരുതി എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വരും എന്നുള്ളൊരു സമാധാനം ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി പിന്നെ എന്നാൽ വെറുതെ ഇരിക്കണ്ട, മുറ്റം അടിച്ച് വൃത്തിയാക്കാമെന്ന്. മുറ്റം എന്ന് പറയാനില്ല കേട്ടോ, നമ്മുടെ ആ വീടിൻ്റെ 2 സൈഡുമായിട്ട് ഇതേപോലെ ഇച്ചിരി സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോട്ടർ അടിച്ച് വെള്ളമെല്ലാം മുകളിലേക്ക് കയറ്റി. പിന്നെ ഞാൻ അതേ കഞ്ഞി കിടന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടില്ല. അതാണ് കേട്ടോ എൻ്റെ അടുക്കള ഇങ്ങനെ കിടക്കണത്. എനിക്കിങ്ങനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഇനി നമുക്ക് അരി കഴുകിയിടാം. കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഉള്ള പാത്രങ്ങളൊക്കെ സർവ്വവും തേച്ച് കഴുകി വെക്കണം കേട്ടോ. കറണ്ടെല്ലാം വന്ന് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണി എങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ഉള്ളതെല്ലാം തേച്ച് കഴുകി. ഇനി നമുക്ക് കറികളൊക്കെ വെച്ചെടുക്കണം. അപ്പോൾ കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. മീനെല്ലാം ആവോലിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ തെരണ്ടിയുണ്ട്. പക്ഷെ തെരണ്ടിക്കറി തൽക്കാലം ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാനത് വറുത്തരച്ച് കറി വെച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. പിന്നെ എനിക്കും അതുമല്ല അതിനിടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറയും പിടിച്ച് ചെയ്യുമ്പോഴുള്ള സമയ വ്യത്യാസവും ക്യാമറ ഇല്ലാതെ നമ്മൾ പണിയെടുക്കുമ്പോഴുള്ള സമയവും രണ്ടും രണ്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്ന് ചെയ്യുക, പിന്നെ പോയി ക്യാമറ ഓൺ ആക്കണം, പിന്നെ ക്യാമറ ഓഫ് ആക്കണം, ക്യാമറയുടെ പൊസിഷൻ മാറ്റണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ക്യാമറ അല്ല, ഫോണിലാണ് ഞാൻ എടുക്കണത്. ക്യാമറ എന്ന് പറഞ്ഞു പോകണേ. അപ്പോൾ അങ്ങനെ കുറേ സമയം പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കരുതി ഇപ്പോൾ തൽക്കാലം തെരണ്ടി എടുക്കണ്ട, അതവിടെ മാറ്റി വെച്ചേക്കാം. ആവോലി മാത്രം എടുത്ത് ഇപ്പോൾ വറുക്കാമെന്ന് കരുതി. ഞാൻ ഈ തെരണ്ടിനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ അത് ഇതിനകത്ത് നിന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞും മറിഞ്ഞ് നിന്നത്. അപ്പോൾ നമുക്കിനി കൈയോടെ തന്നെ ആവോലിനെ വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആവോലി അപ്പോൾ അത് മീൻ വറുത്തത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി ഇത്തിരി ചെമ്മീൻ, അപ്പം തലേദിവസം ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്തിട്ടില്ല. അതിന് മുമ്പത്തെ ദിവസം ഇത്തിരി ചെമ്മീൻ ഞാൻ കിള്ളി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്തിരിക്കോളം. അത് പച്ചക്കറിക്കകത്തോട്ട് ഇട്ട് വയ്ക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ. പക്ഷെ അത് പിന്നെ അപ്പം ചാളയും കാര്യങ്ങളൊക്കെ പിന്നീട് കൊണ്ടുവന്നപ്പോൾ ഞാനതിനെ സൈഡാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തൽക്കാലം ആവശ്യം വന്നപ്പോൾ ഞാൻ അവനെ പൊക്കി. കാരണം വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമെങ്കിലും ആയിട്ടുണ്ടാകും ആ ചെമ്മീൻ അവിടെ ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാനിനി നമ്മൾ തലേദിവസം കൊണ്ടുവന്ന ചെമ്മീൻ ഫ്രീസ് ആയിട്ടിരിക്കാനാണ്. അത് കൊണ്ടുവന്ന് ഐസെല്ലാം പോയി കിള്ളി പൊളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ കരുതി ആ കിള്ളി വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് 2 പച്ചമാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അതും ഇട്ട് കറി വയ്ക്കാമെന്ന്. പച്ചമാങ്ങയല്ല, ഒരുവിധം ചെനച്ച മാങ്ങയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആവോലിനെ വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. വറുക്കാനിട്ടൊക്കെ വരഞ്ഞ് കൊടുത്ത് അതിലോട്ട് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും അരയ്ക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മാങ്ങ 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ആ ബോക്സിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സവോള എണ്ണ വഴറ്റിയെടുക്കണത്. ഇതൊരു തട്ടിക്കൂട്ട് കറിയാണ്. ഇത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. തട്ടിക്കൂട്ട് കറിയാണെങ്കിലും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ പുളിയും മാങ്ങയുടെ പുളിയും പിന്നെ ഒരു എരിവും ഒക്കെ കൂടെ കൂടുമ്പോഴത്തേക്കും ചോറിൽ കുഴച്ച് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് പൊടികളായിട്ട് ഇത് രണ്ടും മാത്രം ഇടുകയുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മാങ്ങയും ചെമ്മീനും ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി കൂട്ടി ഉപ്പ് ഇട്ട് അവിടെ അടച്ച് വെച്ചേക്കും. അത് അവിടെ ഇരുന്ന് വറ്റി മാങ്ങയൊക്കെ വെന്ത് ചെമ്മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടും കേട്ടോ. പക്ഷേ ഈ മാങ്ങ എന്താണെന്നറിയില്ല, കല്ലം മാങ്ങയായിരുന്നെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനം TV ഓഫാക്കിയിട്ട് എടുത്തപ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞില്ല. അങ്ങനെ തന്നെ ഇരുന്നേച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഇനി എൻ്റെ വെപ്രാളം കൊണ്ട് ധൃതിക്കിട്ട് ചെയ്തത് കൊണ്ടിട്ട് വേണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരടപ്പിൽ മീനും വറുക്കാനിട്ടിട്ടുണ്ട്, ഒരടപ്പിൽ മാങ്ങാക്കറിയും റെഡിയാക്കി എടുക്കുന്നുണ്ടേ. ആവോലി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കറിക്കുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പറഞ്ഞ് അത് പിള്ളേർക്ക് വറുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് വറുത്തെടുത്തത്. 3 ഉള്ളൂ കേട്ടോ, ചെറുതാണ്, വലുതുമല്ല. എനിക്കൊന്നിനും ഒരെണ്ണം മാത്രം നമ്മുടെ ഒരു കൈപ്പത്ര അത്ര ഉണ്ടാവും, ബാക്കി 2ഉം ചെറിയ ആവോലിയാണ്. അങ്ങനെ മീനൊക്കെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരീച്ചെടുക്കുന്നുണ്ട്. മാങ്ങാക്കറിയുടെ ഉപ്പൊക്കെ എല്ലാം നോക്കി അത് സെറ്റായിട്ടുണ്ടാകുന്ന ഒരിച്ചിരി വെള്ളം പറ്റാനുണ്ടായിരുന്നത് കൊണ്ടിട്ട് വീണ്ടും ഞാൻ തീ ഓഫാക്കാണ്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് കഞ്ഞി ഒന്നും കൂടെ തിളപ്പിച്ചിറക്കാനുണ്ട്. രാവിലെ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു 10-12 മണിയെങ്ങാണ്ടും ആയി ചോറ് ഞാൻ തിളപ്പിച്ച് ഇറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ട്.
പിന്നെ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഞാനത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോണേണേ. അല്ലെ നമ്മുടെ ചോറ് വെന്ത് കിട്ടൂല. ഇപ്പം തന്നെ സമയം ഒരു 2 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മക്കൾക്കൊക്കെ വിശന്നിട്ട് കുടൽ കരിഞ്ഞിട്ട് വയ്യെന്ന് തോന്നുന്നു. കാരണം മുക്കിയും മൂളിയൊക്കെ അടുക്കളയിൽ വന്നും പോയി നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം 2 മണിയായല്ലോ. അതുങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഇത്രയും വൈകാറില്ല കേട്ടോ. പിന്നെ എനിക്കിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ ഇല്ലാഞ്ഞത് കൊണ്ടിട്ടാണ് ഇത്രയും വൈകിപ്പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ആക്കിയിട്ട് അവർക്ക് ചോറ് കൊടുക്കണം. മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് കറികളൊക്കെ റെഡിയായി അവർക്കൊക്കെ ചോറ് കൊടുത്ത് അപ്പനും ചോറ് കൊടുത്തു കേട്ടോ. ചേട്ടനില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ രാവിലെ ഓട്ടം പോയെന്ന്. അതിനുശേഷം ഞാൻ പിന്നെ നമ്മുടെ തെരണ്ടീനെ വെട്ടാൻ വേണ്ടി ഇരുന്ന്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഈ കൂരിയും മറ്റുമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഉളുമ്പെന്ന് പറയാൻ പറ്റുമോ അറിയില്ല, അതിൻ്റെ ആ മീഡിയത്തുള്ള ആ ഒരു ഇത് തേച്ച് കളയണത്. ഈ മീനും കൂടെ വെട്ടത്തേച്ച് കഴുകി അരിഞ്ഞടപ്പത്താക്കിയിട്ട് വേണം എനിക്ക് സമാധാനത്തിൽ പോയി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ തെരണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉപ്പും മഞ്ഞൾ പൊടിയും വാളംപുളിയല്ല കുടംപുളിയും കൂടി ഇട്ടിട്ട് പറ്റിച്ച് വയ്ക്കാം കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ പണ്ടൊന്നും ഫ്രിഡ്ജില്ലായിരുന്നല്ല. ഫ്രിഡ്ജ് പോയിട്ട് ഗ്യാസ് പോലും ഇല്ലായിരുന്നിട്ട്, അത് വേറെ കാര്യം. അപ്പോൾ അപ്പൻ എപ്പോഴും മീൻ കൊണ്ടുവരുമല്ലോ. രാത്രി പാടൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കും? ഓരോരുത്തരെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴും ചെയ്യുന്ന പണിയാണ് ഇതേപോലെ പറ്റിച്ചിടും. അതെന്ത് മീനാണെങ്കിലും. പക്ഷേ ഈ മീനുകളൊക്കെ ഇതേപോലെ പറ്റിച്ചിട്ട് കറി വയ്ക്കുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ ആണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പാത്രം നിറയെ ചോറെടുത്ത് കഴിക്കാനിരുന്നു കേട്ടോ. കാരണം വിശന്നിട്ട് കണ്ടു കാണാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എത്തി. അപ്പോഴും ഞാൻ കുളിക്കാൻ വേണ്ടി പോണതിന് മുൻപ് ഇത്തിരി ചക്കച്ചോളം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഗോതമ്പ് പൊടിയും തേങ്ങയ്ക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് പലഹാരം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഉണ്ടാക്കിയെടുത്ത് അവർക്കൊക്കെ ചായ കുടിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. കട്ടൻ ചായ ആയിരുന്നേ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആമിക്കുട്ടിയുടെ പണിയാണ് കേട്ടോ. ആ കണ്ട സാധനങ്ങളൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ടേക്കണത്. ഓരോന്നോ കളിക്കാനെടുക്കും. പിന്നെ ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് മുല്ലപ്പൂവാണ്. അതും തലയിൽ കുത്തിയിട്ടാണ് ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി കയറിക്കണേണ്ട. തെരണ്ടി ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഉപ്പും പുളിയും വറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിനെ നമുക്ക് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാം. അപ്പം ഞാൻ ഇതിന് മുൻപ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് തെരണ്ടിക്കറി വെക്കണത്. അത് തെരണ്ടിക്കറി വെക്കണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അല്ലാതെയൊക്കെ ചെയ്യണത് വേറെ വീഡിയോ ഒക്കെ കലർന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് തനിച്ച് മാത്രമുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് തെരണ്ടിക്കറി വെക്കാനുള്ള റെസിപ്പി ചോദിക്കുന്ന ആൾക്കാർക്ക് അത് പോയി കാണാം. ഇതിപ്പോൾ ഞാൻ ഉപ്പും പുളിയിട്ട് വറ്റിച്ചെടുത്തൊക്കെ കൊണ്ടിട്ട് കൂടുതലായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മറ്റേതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വേണ്ടി പിന്നെ കറി വെക്കാനായിട്ട് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റേ പൊടികൾ ഒന്ന് ഓട് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കണ എന്ത് സാധനത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ മീൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ളു കൂടെ കടിച്ച് തിന്നാം. ഇതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനിന് അങ്ങനെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, വെട്ടിക്കളയാൻ മാത്രം. ഇതിൻ്റെ വാലുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുടലും പണ്ടവും, പിന്നെ അതിൻ്റെ പല്ലോ നാക്കോ എന്നാണ്ടൊക്കെ കളയും. ബാക്കിയൊന്നും നമ്മൾ കളയൂല കേട്ടോ. നല്ല വൃത്തിയാക്കി കഴുകിയാണ് എടുക്കണത്. ഈ ഓട് കാച്ചുക എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേർക്ക് മനസ്സിലാവണില്ല. കുറേ പേരൊക്കെ കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഓട് കാച്ചുക എന്താണെന്ന്. ഓട് കാച്ചുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊടികൾ വെറുതെ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കൂലേ, അതിനാണ് ഈ ഓട് കാച്ചുക എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറിയും റെഡിയായി. പിന്നെ ഒപ്പം തന്നെ ഒരിച്ചിരി വെണ്ടയ്ക്കയും കൂടെ താളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രാർത്ഥന ചൊല്ലണം, രാത്രി ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും രാത്രി ആയപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴ വന്നു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാനാണ്. മഴയോടുകൂടി തുടങ്ങി മഴയോടുകൂടി അവസാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.